ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേർഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. കേരള വിഷന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും റംസാൻ നിലാവളി ഇസ്ലാമിക് ക്യൂസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ റംസാൻ നിലാവളി ഇസ്ലാമിക് ക്യൂസ് നമ്മുടെ ഈ വർഷത്തെ റംസാനിലെ അവസാനത്തെ എപ്പിസോഡ് കൂടിയാണ്. ഈ എപ്പിസോഡ് നമ്മൾ സാറ സിൽക്സ് എടപ്പാളിലെ കസ്റ്റമേഴ്സിൻ്റെ കൂടെയാണ്. ഈ എപ്പിസോഡിലെ ആദ്യത്തെ മത്സരാർത്ഥികൾ നമ്മളോടൊപ്പം മത്സരിക്കുന്നതിനായിട്ട് തയ്യാറായിരിക്കുകയാണ്. അവരെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കേരള വിഷൻ ഇസ്ലാമിക് ക്വിസിൽ ഇന്ന് നമ്മളുള്ളത് സാറ സിൽക്സ് എടപ്പാളിലാണ്. അപ്പോൾ ആദ്യത്തെ മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. ചെറിയൊരാളാണ്. നമുക്ക് എന്തായാലും ആരാണെന്ന് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. പേരെന്താണ്? അസ്ലഹ. അസ്ലഹ. എവിടെയാണ് സ്ഥലം? കാലടി. കാലടി. മുന്നേ ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. സ്കൂളിലൊക്കെ ഇവിടെ വന്നപ്പോൾ ഒരു വട്ടം ഡാൻസ് കളിച്ചു. ഡാൻസ് ഒക്കെ ചെയ്യോ? ആഹാ, അപ്പൊ നല്ല മിടുക്കി മോളാണ്. പാട്ടൊക്കെ പാടുവോ? പാട്ടും പാടും. ഏത് സ്കൂളിലാണ് പഠിക്കണേ? ഓക്കെ. അപ്പൊ പരിപാടിക്കൊക്കെ സ്കൂളിൽ നിന്ന് ചേരും. അപ്പൊ നമുക്ക് എന്തായാലും ഒരു പാട്ടോ ഒരു ഡാൻസോ ഒന്നും തരില്ല. പാട്ട് മതി അല്ലേ? നോമ്പൊക്കെ ഉണ്ടാക്കിയോ? പാട്ട് വേണ്ടേ? ഏതാ ഇഷ്ടം? ഡാൻസ് ആണ് ഇഷ്ടം. എനിക്ക് ഡാൻസ് ആണ് ഇഷ്ടം. ഏത് പാട്ട് ഞാൻ പിന്നെ പ്ലേ ചെയ്യണോ അല്ലെങ്കിൽ പാട്ട് പാടി ഡാൻസ് കളിക്കോ? പ്ലേ ചെയ്യണം. ഏത് പാട്ടാ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല. എന്നാലും അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം ചോദ്യം ചോദിക്കണോ അല്ലെങ്കിൽ ആദ്യം ഡാൻസ് കളിച്ചിട്ടൊന്ന് ഉഷാറാവണോ? എന്താ വേണ്ടത്? ആദ്യം ഡാൻസ് കളിക്കാം. ഓക്കെ. അപ്പം ഞാൻ ഒരു പാട്ട്, ഇനി ഏതെങ്കിലും ഒരു പാട്ട് പറയോ? എന്നാൽ ഞാൻ ആ പാട്ട് വെച്ചുതരാം. ഏത് പാട്ടാ വേണ്ടത്? പച്ച പരിഷ്കാരി. ഓക്കെ. അപ്പോൾ ഞാനെന്നാ പാട്ട് വെച്ചതാ. അപ്പോൾ മോളെ പേരെന്തേന്നു? അസ്നല്ലേ? അസ്ലഹ നല്ല സ്മാർട്ടായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പേടിയുണ്ടോ ചോദിച്ചപ്പോൾ വേണേ ഞാനൊരു ഡാൻസ് കളിച്ചു തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പച്ചപ്പരിഷ്കാരി പാട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് അസ്ലഹയുടെ ഒരു ഡാൻസ് കണ്ടിട്ട് അസ്ലഹയുടെ അടുത്ത് ബാക്കി ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. ഓക്കെ, ഒന്ന് കൈയടിക്ക്. നല്ല അടിപൊളിയായിട്ടുണ്ട്. കയ്യെന്നെ ഉഷാറായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇതുവരെ നമ്മൾ കുറേ എപ്പിസോഡ്സിൽ പല കുട്ടികളെയും പരിചയപ്പെട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരാൾ നമുക്ക്
ഇത്ര ഭംഗിയായിട്ട് ഡാൻസ് ചെയ്ത് തരുന്നത്. അപ്പം അതിനൊരു സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ആൾ ഇങ്ങോട്ടേക്ക് നിൽക്കണം കേട്ടോ, എൻ്റെ അടുത്തേക്ക്. അപ്പോൾ എന്തായാലും നല്ലൊരു കലാകാരിയായിട്ട് ഭാവിയിൽ വളർന്നു വരട്ടെ, നന്നായിട്ട് പഠിക്കുക, അതേപോലെ ഇങ്ങനത്തെ എക്സ്ട്രാ ആക്ടിവിറ്റീസൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് ഗ്രോണപ്പ് ചെയ്യുക. പിന്നെ പാരൻസിനും ഒരു സ്പെഷ്യലായിട്ട് ഒരു കൺഗ്രാജുലേഷൻ പറയാണ്. മക്കളെ നമ്മൾ നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരാന്നുള്ളത് ഇന്നത്തെ കാലത്തൊരു വലിയൊരു ഉത്തരവാദിത്വം കൂടെയാണ്. അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ പരിപാടി ഇങ്ങനെയാണ്. ഞാൻ മോളോടൊരു 3 ചോദ്യം ചോദിക്കും. ഈ 3 ചോദ്യത്തിൽ ആദ്യത്തെ ചോദ്യത്തിന് നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്. ഞാൻ മോളടുത്ത് ഒരു 3 ചോദ്യം ചോദിക്കും. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് 3 ഓപ്ഷൻ തരും, രണ്ടാമത്തെ ചോദ്യത്തിന് ചെറിയൊരു ക്ലൂ തരും, മൂന്നാമത്തെ ചോദ്യത്തിന് രണ്ടും ഉണ്ടാവില്ല. പക്ഷേ 3 ചോദ്യം ശരിയാക്കിയാൽ നമ്മുടെ സാറ സിൽക്സിൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടാവും. സപ്പോസ് ശരിയായില്ല വെച്ചാലോ, എന്നാലും ഗിഫ്റ്റ് ഉണ്ടാവും. എന്താ, കുഴപ്പമില്ല എന്നല്ല, സാറ സിൽക്സ് നമ്മുടെ പങ്കെടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു സ്നേഹം എന്നുള്ള രീതിക്ക് ഒരു പ്രോത്സാഹന സമ്മാനം കൂടെ തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതുവരെ വന്നത് ഉഷാറായി. അപ്പോൾ നമുക്കത് ഒരു ചെറിയൊരു ചോദ്യം ചോദിച്ചാലോ. ആദ്യത്തെ ചോദ്യം എപ്പോഴും സിമ്പിളായിരിക്കും. പിന്നെ മോളോട് എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ആദ്യത്തെ ചോദ്യം ഇതാണ്: ബിസ്മി കൊണ്ട് ആരംഭിക്കാത്ത സൂറത്ത് ഏതാണ്? ഓപ്ഷൻ പറഞ്ഞുതരാം, നമുക്ക് അറിയായിരിക്കും. മോൾ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ. ചോദ്യം ഇതാണ്: ബിസ്മി കൊണ്ട് ആരംഭിക്കാത്ത സൂറത്ത് ഏതാണ്? ഓപ്ഷൻ ഉണ്ട്: സൂറത്ത് തൗബ, സൂറത്ത് ഫാത്തിഹ, ആയത്തുൽ കുർസി. തൗബ ഉറപ്പാണോ? ഉറപ്പല്ലേ? അല്ല, ആയത്തുൽ കുർസി. തൗബല്ലേ? തൗബ ഉറപ്പിക്കട്ടെ? തൗബയാണ് ശരി. പിന്നെ എന്ത് പെട്ടെന്ന് മാറിയത്? ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി ബക്കറയിലെ ഒരു ആയത്താണ് ആയത്തുൽ കുർസി, സൂറത്തല്ല. എന്താ സൂറത്തും ആയത്തും തമ്മിലുള്ള വ്യത്യാസം? സൂറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, ആയത്ത് ഒരു സൂറത്തിലുള്ളതാണ്. അപ്പോൾ ആയത്തുൽ കുർസി നമ്മൾ ആകെ എപ്പോഴും കൺഫ്യൂഷൻ ആക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും തെറ്റിക്കോ പേടിച്ചിട്ട് പിന്നെ തള്ളി തൗബയിലേക്ക് എന്നെ കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശരിയാക്കിയിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം അതൊരു സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ സൂറത്ത് ആയത്ത്? ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള, ഏറ്റവും അധികം പ്രാധാന്യമുണ്ട് എന്ന് കുറേ ഉണ്ട്, പക്ഷെ ആ കൂട്ടത്തിൽ ഏറ്റവും നമുക്ക് സംരക്ഷണമൊക്കെ തരുന്ന ആയത്ത് ഏതാണ്? ഇപ്പോൾ പറഞ്ഞതിലുണ്ട്, ഇപ്പം എന്നോട് പറഞ്ഞു. ആയത്തുൽ കുർസിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഞാനേ എന്തെങ്ങനെ സിമ്പിളാക്കിയത് അറിയോ? ഒന്നാമത് നോമ്പുണ്ടോ? കുഴപ്പമില്ല. എന്നാലും നമുക്ക് വേണ്ടിയിട്ട് ഞാൻ ഡാൻസ് കളിക്കുക ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇത്ര നല്ലതായിട്ട് ഡാൻസ് ചെയ്ത് തന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിച്ചത്. അപ്പോൾ 2 ചോദ്യത്തിനും ഉത്തരം ശരിയായി. ഇനി മൂന്നാമത്തെ ചോദ്യം അതും കൂടെ ശരിയാക്കി കഴിഞ്ഞാൽ എന്തായി? ഗിഫ്റ്റ് കിട്ടും. പിന്നെ ചോദ്യം ഇതാണ്: ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏതാണ്? ബക്കറ. സിമ്പിളല്ലേ? അപ്പം എന്നോട് താങ്ക് യു പറയൂ. അപ്പോൾ 3 ചോദ്യത്തിനും ഉത്തരം ശരിയാക്കിയിട്ട് എന്തെന്ന് പേര്? അസ്ലഹ. അസ്ല സമ്മാനം വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അസ്ലഹ മോൾക്കുള്ള ഗിഫ്റ്റ് തരുന്നതിനായിട്ട് സാറ സിൽക്സിൻ്റെ ഷോറൂം മാനേജർ ഷെഫീൻ സാർ സ്വാഗതം ചെയ്യുന്നു. സാറ സിൽക്സ് എടപ്പാളിലെ അടുത്ത മത്സരാർത്ഥികളും നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. മോൻ്റെ പേരെന്താണ്? ഹാദി. മോൻ്റെ പേരെന്താ? അനസ്. ഓക്കെ. എന്താണ് ജോലി? എന്താ? ഫാബ്രിക്കേഷനാണ്. മോൻ ഏത് സ്കൂളിലാണ് പഠിക്കണേ? വിദ്യാപീഠം. ഓക്കെ. ഏത് ക്ലാസ്സിലാ? 6. പേടിയുണ്ടോ? പേടിക്കൊന്നും വേണ്ട. അപ്പം മോനെ പോലത്തെ ഒരാളാണ് നമ്മളടുത്ത് സമ്മാനമൊക്കെ വാങ്ങിയിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ സിമ്പിളാണ്. ഇപ്പോൾ ഒരു 3 ചോദ്യം ചോദിക്കും. അപ്പോൾ അഥവാ മോനെ അറിയില്ലെങ്കിൽ ഉപ്പാക്ക് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. സിമ്പിളായിട്ടൊരു 3 ചോദ്യം ചോദിക്കും. ആദ്യത്തെ ചോദ്യത്തിന് ഒരു ഓപ്ഷൻ തരും, രണ്ടാമത്തേന് ചെറിയ ക്ലൂ ഉണ്ടാവും, മൂന്നാമത്തേതും കൂടെ ശരിയാക്കി എന്താവും? സമ്മാനം കിട്ടും. ഓക്കെ. അല്ലെങ്കിലും സാറാ സിൽക്സിൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഇവിടെ വന്ന് നമ്മളെ കൂടെ സംസാരിച്ച് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തതിന്. ഓക്കെ. പിന്നെ പരീക്ഷയൊക്കെ കഴിഞ്ഞോ? ഇനി എന്നാണ്? എളുപ്പമുണ്ടാവോ? തിങ്കളാഴ്ച. പഠിക്കൂലേ? നന്നായിട്ട് പഠിക്കൂലേ? ഓക്കെ. പേടിക്കണ്ട കേട്ടോ, ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കുള്ളൂ. ചോദ്യം ഇതാണ് മോനോടുള്ള ആദ്യത്തെ ചോദ്യം: 2 ബിസ്മിയുള്ള സൂറത്ത് ഏതാണ്? ഓപ്ഷൻ പറഞ്ഞുതരാം: സൂറത്ത് തൗബ, സൂറത്ത് നംല്, സൂറത്തുൽ ഫാത്തിഹ. നംല് ഉറപ്പാണോ?
ഉറപ്പാണ്. ഇത് എനിക്കറിയാം അല്ലേ, പഠിച്ചിട്ടുണ്ടാവും. ഉത്തരം ശരിയാണ്. സൂറത്ത് നംലാണ് 2 ബിസ്മിയുള്ള സൂറത്ത്. എളുപ്പമല്ലേ? അപ്പോൾ പേടി പോയോ? കുറച്ച് പേടി പോയോ? ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ ചോദ്യത്തേക്ക് പോവാം. ചോദ്യത്തിന് ഇതിന് എന്തുണ്ടാവില്ല, ഓപ്ഷൻ ഉണ്ടാവില്ല. ഞാൻ ചെറിയൊരു ക്ലൂ തരൂ കേട്ടോ. ഖുർആനിൽ ഏറ്റവും നീളം കൂടിയ ആയത്ത് ഏത് സൂറത്തിലാണ് ഉള്ളത്? ബക്കറ. ഉറപ്പാണോ? എന്താ പേര് അറിയോ? ആ ആയത്തിന് എന്താ പറയാ അറിയോ? എന്താണ്? ആ, എങ്ങനെ നമ്മൾ അതിനെ ഒരുമിച്ച് എങ്ങനെ പറയാം? ആയത്തുദ്ദൈൻ. ഓക്കെ, ഇത്ര ശരിയാണ്. ബക്കറയിലെ ആയത്തുദ്ദൈൻ പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. അതിലെന്താണ് പറയണതെന്ന് അറിയോ? എന്തിനെ പറ്റിയാണ് പറയണതെന്ന്? ആളുകൾ തമ്മിൽ പണമിടപാടുകൾ നടത്തുന്നതിനെ പറ്റിയിട്ടാണ്. കടമിടപാടുകൾ നടത്തുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ സൂക്ഷിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾ ഹെൽപ്പ് വേണ്ടി വന്നിട്ടില്ല, ആൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തത് നമ്മുടെ സമ്മാനത്തിൻ്റെ ചോദ്യമാണ്. ചോദ്യം ഇതിന് എന്തുണ്ടാവില്ല, ഓപ്ഷനും ഉണ്ടാവില്ല, ക്ലൂ ഉണ്ടാവില്ല. അപ്പോൾ മോൻ എന്ത് ചെയ്യുക, മാക്സിമം ശരിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ആദ്യമായിട്ട് ഖുർആൻ മനഃപ്പാഠമാക്കിയത് ആരാണ്? ആരായിരിക്കും? മുഴുവനും പറഞ്ഞേ ശരിക്കും. റസൂലിനെ മുഴുവനായിട്ട് പറഞ്ഞ പേരൊക്കെ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ഖുർആൻ ആദ്യമായിട്ട് മനഃപ്പാടാക്കിയത്. റസൂലിനല്ലേ ഖുർആൻ ഇറക്കി കൊടുത്തത്. പിന്നെ എന്താ സംശയിച്ചിങ്ങനെ നിൽക്കണേ? ശരിയാണോ എന്ന് അതിൽ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉത്തരം ശരിയാണ്. അപ്പോൾ 3 ചോദ്യങ്ങൾക്കും ഉഷാറായിട്ട് ഉത്തരമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക, നമ്മളൊരു ഉത്തരം പറയുമ്പോൾ ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണ്ട, ആലോചിക്കേണ്ട ആവശ്യമില്ല. അത് സ്ട്രെയിറ്റ് ആയിട്ട് പറയാം, അത് ശരിയാണ് കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്തിൻ്റെ ആവശ്യമുള്ളൂ, പേടിക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും മോന് സാറ സിൽക്സിൻ്റെ ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കൂടെ പങ്കെടുത്തതിന് ഒരുപാട് സന്തോഷം. അപ്പോൾ സാറ സിൽക്സിൻ്റെ സമ്മാനം നൽകുന്നതിനായിട്ട് സാറ ഫാമിലിയിലെ മെമ്പറെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വിജയിയായിട്ടുള്ള ഹാദിക്കുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നതിനായിട്ട് സാറ സിൽക്സിൻ്റെ ജനറൽ മാനേജർ അഹമ്മദ് കബീർ സാറിനെ സ്വാഗതം ചെയ്യുന്നു. കേരള വിഷൻ റംസാൻ നിലാവളി ഇസ്ലാമിക് ക്വിസിൽ നമ്മളിപ്പോൾ ഉള്ളത് സാറ ടെക്സ്റ്റൈൽസിലാണ്. സാറയിലെ നമ്മുടെ അടുത്ത കണ്ടസ്റ്റൻസ് നമ്മളോടൊപ്പം റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ 2 പേരും സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട്. അടുത്ത ടീമാണ് എത്തിയിരിക്കുന്നത്. നമുക്കിവിടെ പേരൊക്കെ ചോദിക്കാം. മോൻ്റെ പേരെന്താ? സയാൻ, ഷഫ്ന, ജമീൻ, സയാനും ജമീലും. നിങ്ങൾ മാത്രം ഷഫ്ന. ഫാദറിന് എന്താ ജോലി? നാട്ടിലുണ്ട്. പേരെന്താ പുള്ളീൻ്റെ? ഓക്കെ. അപ്പം എടുത്തോ, ഡ്രസ്സൊക്കെ വാങ്ങിയോ? എടുത്ത് ഒക്കെ കഴിഞ്ഞു, ഇനി പോയാൽ മതി. അപ്പോഴാണ് ഞങ്ങളെ കണ്ടത് അല്ലേ? മോൾക്ക് എടുക്കാൻ. ഇവരെ കൂടെ മേലെയാണോ അല്ല താഴെയോ? താഴെളം. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോള്? ഇവിടെ ഉണ്ടോ? ഓക്കെ, എന്നാൽ പിന്നെ ഓളെയും കൂടെ കൂട്ടിക്കൂടെ? മോൻ ഏത് ക്ലാസ്സിലാണ്? 6. മോനോ? 8. പഠിക്കുമോ രണ്ടാളും? ഉഷാറാണ്. അപ്പോൾ നമ്മുടെ പരിപാടിനെ കുറിച്ചൊക്കെ ഐഡിയ ഉണ്ടാവുമല്ലോ. ഞാൻ ഒരു 3 ചോദ്യമാണ് ചോദിക്കുക. അപ്പോൾ ഈ 3 ചോദ്യത്തിൽ 3 ശരിയാക്കി കഴിഞ്ഞാൽ സാറ സിൽക്സിൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ സപ്പോസ് തെറ്റിപ്പോയി കഴിഞ്ഞാലും സാറയുടെ ഒരു പ്രോത്സാഹന സമ്മാനം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതും അല്ലാത്തൊക്കെ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ചോദിക്കുക. ആദ്യത്തെ ചോദ്യത്തിന് 3 ഓപ്ഷൻ ഉണ്ടാവും. രണ്ടാമത്തെ ചോദ്യത്തിന് ചെറിയ ക്ലൂ ഉണ്ടാവും. മൂന്നാമത്തതിന് 2 ഉണ്ടാവില്ല. എന്നാലും മാക്സിമം എന്ത് ചെയ്യാൻ നോക്കുക, ഉത്തരം ശരിയാക്കാൻ നോക്കുക. ഞാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നും കുട്ടികൾ വരുമ്പോൾ ചോദിക്കാറില്ല. ഓക്കെ, അപ്പോൾ ഹെൽപ്പ് ചെയ്യട്ടോ. അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം പറഞ്ഞു കൊടുക്കാം. ചോദ്യം ഇതാണ്: എല്ലാ ആയത്തിലും അള്ളാഹു എന്നുള്ള പദം വരുന്ന സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ മുജാദല, സൂറത്തുൽ ഫലഖ്. ഇതിലേതാണ് എല്ലാ ആയത്തിലും അള്ളാഹു അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ടുള്ള സൂറത്ത്? സൂറത്തുൽ മുജാദല. ഉറക്കെ പറയും. മുജാദില. ഉറപ്പാണോ? ഓക്കെ, ഇവിടെ ചോദിച്ചാലോ അതന്നെ. ഓക്കെ, അപ്പോൾ അറിയോ? എനിക്കറിയില്ല, അതുകൊണ്ട് പിന്നെ ഓൻ പറഞ്ഞത് തന്നെ ഫിക്സ് ചെയ്യാം. ഓൻ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ശരിയാക്കിയിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം: ഖുർആന്റെ 1/3 എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്ത് ഏതാണ്?
ഖുറാന്റെ അതായത് മൊത്തം ഖുറാൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തം പുണ്യങ്ങളും ഈ ഒരു സൂറത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. സ്ഥിരമായിട്ട് ഓതുന്നതൊക്കെ വളരെ നല്ലതാണെന്നൊക്കെ പറയപ്പെടുന്ന സൂറത്ത് ഏതാ? സൂറത്തുന്നാസ്. രണ്ടെണ്ണം പറഞ്ഞു. ശരിയാണോ? ഞാൻ ചോദ്യം മനസ്സിലായതാണല്ലോ. ഇത്ര പ്രാധാന്യമുള്ള ഖുർആന്റെ 1/1 എന്ന് പറയുന്ന സൂറത്ത് ഏതെന്ന് ഞാൻ ചോദിച്ചത്. അപ്പോൾ 2 ആൻസറാണ് പറഞ്ഞു. ഒന്ന് സൂറത്തുന്നാസും യാസീനും. അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നമുക്ക് ഹെൽപ്പ് ചെയ്യണ്ടോ? ഫാത്തിഹ. ഓക്കെ, അപ്പോൾ 3 സൂറത്തുകളാണ് മൊത്തം പറഞ്ഞത്. പക്ഷെ 3ഉം തെറ്റിപ്പോയി. നാസിന്റെ കൂടെ ഉള്ള ഒരാളാ ആരാ? സൂറത്തുൽ ഇഖ്ലാസ്. അവര് 3 ആളും കൂടെ മോവിത്തൈനിലെ ഒരാള്. അതാ ഞാൻ ചോദിച്ചത്. അത് ഞാൻ പിന്നെയും ചോദിച്ചത്. ഞാനതാ ചോദിച്ചത്. 3/1 ആയിട്ട് ഇവരെ 3 ആളെയും കൂടെ ഒരുമിച്ച് ഓതിയാൽ തന്നെ ഒരുപാട് പ്രതിഫലമാണ്. അപ്പൊ ഈ ഒരാൾക്ക് മാത്രം അതെ. അപ്പോ അങ്ങനെ ഒരു വിശേഷണം കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയാത്ത ചിലപ്പോ ഇവിടുന്ന് കിട്ടും, എനിക്കറിയാത്തത് അവിടുന്ന് കിട്ടും. അപ്പൊ എന്തായാലും സമ്മാനം ഉണ്ട്. അതായത് ഉത്തരം തെറ്റിപ്പോയി കഴിഞ്ഞാലും ഒരു പ്രോത്സാഹന സമ്മാനം ഉണ്ട്. അപ്പൊ ആദ്യത്തെ ഉത്തരമൊക്കെ ശരിയാക്കിയ മിടുക്കനാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള സമ്മാനം തരാൻ ഉള്ളത് സാറ സിൽക്സിന്റെ ഒരു മെമ്പറാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യാണ്. സാറ സിൽക്സിന്റെ പ്രോത്സാഹന സമ്മാനം നൽകുന്നതിനായിട്ട് ഫാമിലിയിലെ ഒരു മെമ്പറെ സ്വാഗതം ചെയ്യുന്നു. കേരള വിഷൻ റംസാൻ നിലാവുളി ഇസ്ലാമിക് ക്വിസില് സാറ സിൽക്സില് നമ്മുടെ അടുത്ത മത്സരാർത്ഥി റെഡി ആയിട്ടുണ്ട്. നമുക്ക് പേരെന്താന്ന് ചോദിക്കാം. പേരെന്താണ്? ഷെബീന. എവിടെയാണ് സ്ഥലം? കണ്ടനകം. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ്? നല്ല ക്ഷീണം ഉണ്ടല്ലോ. ഒന്ന് ഷോപ്പിങ്ങിന്റെ ക്ഷീണാണോ? നോമ്പെടുത്തിട്ട് ഷോപ്പിങ്ങിന് വരല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരൊക്കെ ഉണ്ട് കൂടെ വന്നത്? ഉമ്മടനീത്തി. എന്താ പറയാ? കുഞ്ഞിമ്മ. ഓക്കെ. പിന്നെ നിങ്ങൾ രണ്ടാളും മാത്രമാണോ വന്നത്? കഴിഞ്ഞോ? എടുക്കലൊക്കെ കഴിഞ്ഞോ? ഏകദേശം കഴിഞ്ഞു. പിന്നെ നമ്മുടെ പരിപാടിയെ കുറിച്ച് ഐഡിയ ഉണ്ടോ? എങ്ങനെയാണെന്നാ? ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആൻസർ പറയാം. ആൻസർ പറഞ്ഞു കഴിഞ്ഞാല് പ്രൈസ് ഉണ്ടാവും. ഈ പ്രൈസ് കിട്ടാണ്ടൊക്കെ അല്ലല്ലോ. ഇവിടെ നിന്ന് എന്തായാലും സാറ സിൽക്സിന്റെ വക നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോ നേരെ ചോദ്യത്തേക്ക് പോവുക. അല്ലെങ്കിൽ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ റിലാക്സ് ആവണോ? എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ചോദ്യം വേഗം ചോദിച്ചാൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പൊ എന്നാ ആദ്യത്തെ ചോദ്യം ചോദിക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് ഇബ്രാഹിം എന്ന പേരുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. അത് ഏത് ഭാര്യയിലാണ് അദ്ദേഹത്തിന് ജനിച്ചതെന്നാണ് ചോദ്യം. മനസ്സിലായല്ലോ? നബിയുടെ മകൻ ഇബ്രാഹിം അദ്ദേഹത്തിന്റെ ഏത് ഭാര്യയിലാണ് ഉണ്ടായത്? ഓപ്ഷൻസ് ഉണ്ട്. ആദ്യത്തെ ചോദ്യത്തിന് 3 ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഓപ്ഷൻസ് ഖദീജ ബീവി, മാരിയത്തുൽ ഖിബ്തിയ, സൈനബ് ബീവി. ഇതിൽ ആരിലാണ് അദ്ദേഹത്തിന് ഇബ്രാഹിം എന്ന പേരുള്ള മകൻ ജനിച്ചിട്ടുള്ളത്? മാരിയത്തുൽ ഖിബ്തിയ. ഉറപ്പായിരിക്കോ? ഉറപ്പാണ്. നോക്കാം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് വയ്യ അല്ലേ? ഓക്കെ. അപ്പൊ ഇനി എന്തായാലും വയ്യാത്ത ഒരാളെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. എനിക്ക് നല്ല ക്ഷീണം ഫീൽ ചെയ്തു. അതാ ഞാൻ ചോദിച്ചത്. ഉത്തരം ശരിയാണ്. മാരിയത്തുൽ ഖിബ്തിയക്കാണ്. അദ്ദേഹം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ഭാര്യമാരെ പോലെ തന്നെയല്ല, അവരൊരു അടിമ സ്ത്രീ ആയിരുന്നു. അവരെ മോചിപ്പിച്ചതിന് ശേഷം റസൂൽ ജീവിതത്തിലേക്ക് കൂട്ടാണ് ചെയ്തത്. അപ്പോൾ അവരിലാണ് ഇബ്രാഹിം എന്ന പേരുള്ള ഒരു മകൻ ജനിച്ചത്. പക്ഷെ ആ മകൻ കുറച്ചു കാലത്തിനകം തന്നെ മരണപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ നേരത്തെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ വേറെ കുട്ടികളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോഴേ ഉത്തരം തെറ്റിപ്പോണു എന്ന് പറയുമ്പോൾ നല്ല ടെൻഷനാണ് മുഖത്ത്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശരിയാക്കിയിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യത്തിന് എന്തുണ്ടാവില്ല? ഓപ്ഷൻ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ചെറിയൊരു ക്ലൂ എന്തെങ്കിലും തരും. അപ്പോൾ ചോദ്യം ഇതാണ്. മരുഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് മൂസാ നബിയുടെ ജനതയ്ക്ക് അള്ളാഹു ഇറക്കി കൊടുത്തിട്ടുള്ള ഭക്ഷണ വിഭവങ്ങളുടെ പേരെന്താ? 2 ഐറ്റംസ് ആണ് നമ്മൾ പറയാ. ഒന്ന് മായും ഒന്ന് സായുമാണ്. ഇതിന് ഓപ്ഷൻ ഇല്ല. പക്ഷെ എന്താ പറയാ, മരുഭൂമിയിൽ പ്രവാചകൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു തെളിവ് ആവശ്യമുണ്ട്, ഒരു ദൃഷ്ടാന്തം വേണം, ഞങ്ങൾക്ക് ഭക്ഷണം ഇറക്കി തരൂ എന്ന് ഇസ്രായേലി സമൂഹം പറഞ്ഞപ്പോൾ ആ സമയത്താണ് അദ്ദേഹം
അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ആ സമയത്ത് ഇവർക്ക് ഭക്ഷിക്കാനുള്ള ഒരു ഇത് ഇറക്കി കൊടുത്തു എന്നാ പറയാം. ഈ ഭക്ഷണ വസ്തുക്കളെ നമ്മൾ രണ്ട് പേരുകൾ പറയുന്നുണ്ട്. അതെന്താണെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ്. ആ പേരിൽ നമ്മൾ പല പ്രോഡക്റ്റുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. നമ്മൾ പേരായിട്ടൊക്കെ ഉപയോഗിക്കാറൊക്കെ ഉണ്ട്. ഒരു പേര് മായിലും ഒരു പേര് സായിലും ആണ് തുടങ്ങുന്നത്. അറിയില്ല, ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. മന്നയും സൽവയും എനിക്ക് അറിയുന്നു സത്യം കേട്ടോ. ഇന്നിപ്പോ നല്ല ക്ഷീണൊക്കെ ആയതുകൊണ്ട് ബ്രെയിൻ പ്രോപ്പറായിട്ട് സഹകരിക്കുന്നില്ല, അതാണ് പ്രശ്നം. പക്ഷെ എന്നാലും എന്താ പറയാ, ആദ്യത്തെ ചോദ്യം ശരിയാക്കി. രണ്ടാമത്തത് ചില ആൾക്കാർക്ക് അറിയാം, പക്ഷെ എന്ത് ചെയ്യില്ല, കിട്ടൂല. നമ്മളെ പല കണ്ടസ്റ്റൻസും അങ്ങനെ ഉണ്ടാവാറുള്ളത്. അവർക്ക് അറിയണ ആൻസർ ആയിരിക്കും. ഞാൻ പറഞ്ഞതിന്റെ ശേഷം ഒരു പറയാം, അയ്യോ ഇത് എനിക്ക് അറിയുന്നത്. പക്ഷെ എന്നാലും വിഷമിക്കണ്ട, നമുക്ക് എന്തുണ്ട്, ഗിഫ്റ്റ് ഉണ്ട്. സാറ സിൽക്സിന്റെ ഒരു സ്നേഹ സമ്മാനം കിട്ടുന്നതായിരിക്കും. പിന്നെ പോയിട്ട് എന്താണ് ഫുഡും പരിപാടികളൊക്കെ ഉണ്ടാക്കണം പോകുമ്പോ. ഓക്കെ, ഇനിയിപ്പോ എന്തായാലും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, ഏകദേശം കഴിയാനായി. അപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് തരുന്നതിനായിട്ട് സാറ സിൽക്സിന്റെ പ്രതിനിധിയെ സ്വാഗതം ചെയ്യുന്നു. ഷെബിനയ്ക്കുള്ള സാറ സിൽക്സിന്റെ സ്നേഹ സമ്മാനം നൽകുന്നതിനായി സാറയുടെ മാനേജർ കുഞ്ഞുബാബു സാറിനെ സ്വാഗതം ചെയ്യുന്നു. കേരള വിഷൻ ഇസ്ലാമിക് ക്വിസിലെ സാറ സിൽക്സ് എടപ്പാളിലെ നമ്മളോടൊപ്പം അടുത്ത ടീം റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് പേര് ചോദിക്കാം. എന്താണ് പേര്? ഹാദിയ, ഫാത്തിമ, ഫിദ, റയീസ. കസിൻസ് ആണോ സിബ്ലിങ്സ് ആണോ? കസിൻസ് ആണ്. ഓക്കെ, ഡ്രസ്സൊക്കെ എടുത്തോ എല്ലാരും? ഓരോന്ന് കിട്ടിയാ? എന്തിട്ടിയത്? ഷറാറ. ചുരിദാർ. ഞങ്ങൾ കുറച്ച് വെറൈറ്റി ആയിട്ട് അല്ലേ. ഓക്കെ, പിന്നെ പരീക്ഷയൊക്കെ കഴിഞ്ഞാ? സ്കൂളൊക്കെ അടയ്ക്കാനായില്ലേ? കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്താ പറഞ്ഞത്? ഓളത്തിന് കഴിഞ്ഞോ? തുടങ്ങിയോ? പകുതിയായോ? ഏത് ക്ലാസ്സിലാ? 7 ഡിഗ്രി ഫസ്റ്റ് ഇയർ. ഞാനൊരു SSLC +2 ഒക്കെ വിചാരിച്ചുള്ളൂ കേട്ടോ. ഏത് ക്ലാസ്? 4. ഓക്കെ, 4 തന്നെ. പിന്നെ ഏത് കോഴ്സ് ഏതാ? ഞാൻ ബികോം ഫിനാൻസ് ആണ്. ഫിനാൻസ്. ഓക്കെ, നിങ്ങളെ പരീക്ഷ സെക്കൻഡ് സെം. നിങ്ങൾക്ക് 3-ാം തീയതി ആയല്ലോ. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ചോദ്യങ്ങൾ ഞാൻ ഒരു 3 ചോദിക്കും. 3 ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സമ്മാനം തരും. ആര്? സാറ സിൽക്സ്. അതെ, അപ്പോൾ സാറ സിൽക്സ് നിങ്ങൾക്ക് ഒരു പ്രോത്സാഹന സമ്മാനം തരും. സപ്പോസ് തെറ്റിപ്പോയാലും. അപ്പോൾ എന്തായാലും വന്നാലും നിന്നാലും ഗിഫ്റ്റ് ഉറപ്പാണ്. പാട്ട് എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസ് ചെറുതായിട്ടൊക്കെ ഒരു പാട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരോ പ്ലീസ്? യെസ്, ഇപ്പം ചെറിയ ഒരു 2 വരി, ഒരു 4 വരി. താങ്ക് യു. ഞാൻ വളർത്തിയ കൽബിലെ മോഹം പോത്തുപോലെ വളർന്നല്ലോ ഞാൻ, കാത്തു കാത്തു കുഴഞ്ഞല്ലോ. ഞാൻ വളർത്തിയ കൽബിലെ മോഹം പോത്തുപോലെ വളർന്നല്ലോ ഞാൻ, കാത്തു കാത്തു കുഴഞ്ഞല്ലോ. കത്ത് മടക്കി തന്നില്ലല്ലോ, കടപ്പുറത്ത് വന്നില്ലല്ലോ. നീയല്ലാതാരുണ്ടെനിക്ക് നിത്യം നിത്യം കത്തെഴുതാൻ, നീയല്ലാതാരുണ്ടെന്നുടെ കുടിലിൽ ഒരു നാൾ കുടി വയ്ക്കാൻ. അടിപൊളി, കയ്യടിക്ക് പെണ്ണേ. നല്ല രസമുണ്ട്. ഞാനതിങ്ങനെ കഴിഞ്ഞ അറിഞ്ഞില്ല, ഞാൻ അതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. കോളേജിൽ പ്രോഗ്രാംസിനൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഇല്ല, സമയമായില്ലല്ലോ. ഇനി 2 വർഷം കൂടെ ഉണ്ടല്ലോ. 2 എത്ര? നിങ്ങൾ 4 ഇയർ UG അല്ലേ? ഇനി 3 വർഷം കൂടെ ഉണ്ടല്ലോ. അപ്പൊ എനിവേ എന്തായാലും സന്തോഷമായി. പാടുവോ? ഇല്ല, ഇനിയിപ്പോ ഇനി ഇവർ 2 ആളെടുത്ത് ഞാൻ പാട് വെച്ചാൽ എന്നായിരിക്കും പറയാ. അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യം ചോദിക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ നിങ്ങൾക്ക് എന്ത് പറയും? 3 ഓപ്ഷൻസ് പറയും. അപ്പം അതിൽ നിങ്ങൾക്ക് പിന്നെ ഉത്തരം ശരിയാണ് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്താൽ മതി, ഫിക്സ് ചെയ്യാം. സപ്പോസ് തെറ്റാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, തെറ്റുകളൊക്കെ സ്വാഭാവികമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോണ സമയത്ത് അദ്ദേഹത്തെ വധിക്കാൻ പിന്നാലെ വന്നിട്ടുണ്ടായിരുന്ന വ്യക്തി ആരാണ്? ഞാൻ ഓപ്ഷൻസ് തരാം, അതിൽ നിങ്ങൾക്ക് ഉത്തരമാണ് തോന്നണം എന്ത് ചെയ്യാം, ഉറപ്പിച്ച് പറഞ്ഞാൽ മതി. ഓപ്ഷൻസ് ഇതാണ്: അബൂ ജഹൽ, ഉമർ ഇബ്നു ഖത്താബ്,
സുറാഖത്ത് ബിൻ മാലിക്, അബ്ദുല്ലാഹ് ഇബ്നു ഉബൈബ്. ഇവരിൽ ആരാണ്? ഒന്നുകൂടെ പറയണം ഓപ്ഷൻസ്. ചോദ്യം ഇതാണ്, നബി ഹിജ്റ പോണ സമയത്ത് അദ്ദേഹത്തിനെ വധിക്കാൻ വേണ്ടി പിന്നാലെ കുതിരപ്പുറത്ത് വാളുമായിട്ട് പോയ വ്യക്തി ആരാണെന്നാണ്. അപ്പൊ അതിലൊരു ഇതുണ്ട്, അതായത് ഞാൻ പറയുന്ന ആൾക്കാരിൽ ആരായിരിക്കും പിന്നെ വിശ്വസിക്കാത്ത ആള് എന്നൊന്ന് വിചാരിച്ചാൽ മതി. ഓപ്ഷൻസ് ഇതാണ്: അബൂ ജഹല്, ഉമർ ഇബ്നു ഖത്താബ്, സുറാഖത്ത് ഇബ്നു മാലിക്, അബ്ദുല്ലാഹ് ഇബ്നു ഉബൈബ്. ഓപ്ഷൻ 4 സുറൈഖത്ത് ഇബ്നു മാലിക്ക. ഓപ്ഷൻ 4 ഏതാ? ഒന്നുകൂടെ ഓപ്ഷൻസ് പറയാം: അബൂ ജഹല്, ഉമർ ഇബ്നു ഖത്താബ്, അബ്ദുല്ലാഹ് ഇബ്നു ഉബൈബ്, സുറാഖത്ത് ഇബ്നു മാലിക്. അബ്ദുല്ലാഹ് ഇബ്നു ഉബൈബ് ആണോ? പേര് ഉമർ ഇബ്നു ഖത്താബ് ശത്രു ആണോ? അബ്ദുല്ലാഹ് ഇബ്നു ഉബൈബ്. ഇവിടെ വല്ലതും ഓപ്ഷൻസ് തന്നെ മറന്നു പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈബും ഉമർ ഇബ്നു ഖത്താബുമാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റിക്കഴിഞ്ഞാൽ വിഷമാവും? ഇല്ല, തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഏത് സെൻസിലെടുക്കും? അറിയാത്തൊരു കാര്യം പുതിയതായിട്ട് അങ്ങനെ വിചാരിച്ചാൽ. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ 2 ആൻസേഴ്സും തെറ്റാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ ആരായിരിക്കും? അല്ല, സുറാഖത്ത് ഇബ്നു മാലിക്. അദ്ദേഹമാണ് പിന്നാലെ വരികയും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുതിരകളുടെ കാലം എന്തായിപ്പോയി? മണലിൽ താഴ്ന്നു. എങ്ങനെ നോക്കിയിട്ടും കുതിര അങ്ങോട്ടേക്ക് ഓടിയെത്തണില്ല. അപ്പം അത് പ്രവാചകൻ്റെ ഒരു ദിവ്യ ദൃഷ്ടാന്തത്തിന് ഉദാഹരണമായിട്ട് പറയപ്പെടുന്ന ഒരു ഭാഗമാണ്. പക്ഷെ ഇപ്രാവശ്യം അബൂജഹലിനെയാണ് സാധാരണ നമ്മൾ വിചാരിക്കുക. പക്ഷെ ഇപ്രാവശ്യം ചെറിയൊരു ഇതിനാണ് എന്തായത് ഉത്തരം തെറ്റിപ്പോയിട്ടുള്ളത്. പക്ഷെ കുഴപ്പമില്ല, എന്നാലും നിങ്ങൾക്ക് സാറ സിൽക്സ് എടപ്പാളിൻ്റെ ഒരു സ്നേഹ സമ്മാനം ലഭിക്കുന്നതാണ്. അത് നൽകുന്നതിനായിട്ട് സാറയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ ടീമിനുള്ള സ്നേഹ സമ്മാനം, പ്രോത്സാഹന സമ്മാനം നൽകുന്നതിനായിട്ട് സാറ സിൽക്സ് എടപ്പാളിൻ്റെ പർച്ചേസ് മാനേജറായിട്ടുള്ള ആഷിഫിനെ സ്വാഗതം ചെയ്യുന്നു. കേരള വിഷൻ റംസാൻ നിലാവളി ഇസ്ലാമിക് ഇസ് ഇന്നത്തെ സാറ സിൽക്സ് എടപ്പാളിലെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ റംസാൻ നിലാവളിയുടെ ഈ വർഷത്തെ റംസാനുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രോഗ്രാമിൻ്റെ വൈൻഡപ്പ് കൂടിയാണിത്. ഇൻഷാ അല്ലാഹ് അടുത്ത തവണ ഇതേപോലെയുള്ള പരിപാടികളുമായിട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ നമ്മുടെ എല്ലാ പ്രോഗ്രാംസിനും ഒപ്പം നിന്ന് പ്രോത്സാഹിപ്പിച്ച എല്ലാ കേരള വിഷൻ പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.